തൊട്ടാൽ തൊട്ടവന്റെ കൈവെട്ടുമെന്ന നിലപാടിൽ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിൽക്കുമ്പോഴും ഇലോൺ മസ്കിന് വധഭീഷണികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കൻ സിസ്റ്റത്തെ പോലും മാറ്റിരചിക്കാൻ ഒരുങ്ങുന്ന ട്രംപിന്റെയും മസ്കിന്റെയും പണികൾ പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നു. സംഭവിച്ച പിഴവുകൾ അംഗീകരിച്ച് മാപ്പ് പറഞ്ഞിട്ടും ആർക്കാണ് മസ്കിനോട് ഇത്ര ശത്രുതയുള്ളത്? നമുക്ക് പരിശോധിക്കാം അല്ലേ? അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇലോൺ മസ്കിനെ ഇഷ്ടമാണോ? ആണെങ്കിലും അല്ലെങ്കിലും അഭിപ്രായം കമന്റായി എഴുതുക. അപ്പോൾ നമുക്ക് നേരെ മസ്കിലേക്ക് തിരിച്ചു വരാം. തനിക്ക് നേരെ ഒട്ടേറെ വധഭീഷണികൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇലോൺ മസ്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് വധഭീഷണികളെ പറ്റി മസ്ക് വെളിപ്പെടുത്തുന്നത്. ഡോജിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഡോജിന്റെ ചെലവ് ചുരുക്കൽ നയങ്ങളെ പിന്താങ്ങിയ മസ്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അമേരിക്ക പാപ്പരാകും എന്നും കൂട്ടിച്ചേർത്തു. ഒരു രാജ്യം എന്ന നിലയിൽ അമേരിക്കയ്ക്ക് $2 ട്രില്യൺ കമ്മി നിലനിർത്താൻ കഴിയില്ല. ട്രില്യൺ ഡോളറുകളുടെ കമ്മി ഈ സാമ്പത്തിക വർഷത്തോടെ ഇല്ലാതാക്കണമെങ്കിൽ ഇപ്പോൾ മുതൽ സെപ്റ്റംബർ അവസാനം വരെ പ്രതിദിനം $4 ബില്യൺ ലാഭിക്കണം. നമുക്കത് ചെയ്യാൻ കഴിയും, നമ്മളത് ചെയ്യും, മസ്ക് പറയുന്നു. ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ താരമായതും മസ്ക് തന്നെയാണ്. എന്തായാലും തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ സമ്മതിക്കാനും അത് തുറന്നു പറയാനും മസ്കിന് സാധിച്ചു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഒരാഴ്ച എന്ത് ജോലിയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് ഫെഡറൽ ജീവനക്കാർക്ക് മസ്ക് ഇമെയിൽ സന്ദേശം അയച്ചത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ രാജിവെക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങളെത്തി. ഡോജിന്റെ ചെലവ് ചുരുക്കലിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മസ്ക് സമ്മതിച്ചു. എബോള പ്രതിരോധത്തിനുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കിയത് അതിനുദാഹരണമാണ്. എബോള പ്രതിരോധത്തിനുള്ള സാമ്പത്തിക സഹായം ആവശ്യമാണെന്ന് മനസ്സിലായപ്പോൾ പുനരാരംഭിച്ചതായും മസ്ക് പറയുന്നുണ്ട്. മസ്കിന് ശേഷം സംസാരിച്ച ട്രംപ് മസ്കിന്റെ പ്രവൃത്തിയിൽ ആരെങ്കിലും അസന്തുഷ്ടരാണോ എന്ന് ചോദിച്ചു. അസന്തുഷ്ടരാണെങ്കിൽ അവരെ ഇവിടെ നിന്നും പുറത്താക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇങ്ങനെയാകണമല്ലേ ഫ്രണ്ട്ഷിപ്പ്? മസ്കിന് നോവുന്നതൊന്നും ട്രംപ് ചെയ്യുകയുമില്ല, തിരിച്ചും. എന്തായാലും അമേരിക്കൻ ബ്യൂറോക്രസിയിൽ വൻ അഴിച്ചുപണി നടത്താൻ നോക്കുന്ന മസ്കിന്റെ വരവ് അമേരിക്കൻ സർക്കാർ ജീവനക്കാർ കടുത്ത ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ച ഇലോൺ മസ്ക് രംഗത്തെത്തിയതോടെ എങ്ങും ആശങ്കയാണ് വന്നത്. ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിവരങ്ങൾ നൽകിയെങ്കിലും ഫെഡറൽ ജീവനക്കാരെ പുറത്താക്കുമെന്ന പുതിയ ഭീഷണിയുമായി ഇലോൺ മസ്ക് രംഗത്ത് വരികയായിരുന്നു. ജീവനക്കാർക്ക് ശനിയാഴ്ച അയച്ച ഇമെയിലാണ് കഴിഞ്ഞയാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ മസ്ക് നിർദ്ദേശിച്ചത്. ഇത് ചെയ്യാതിരുന്നാൽ അത് രാജിയായി കണക്കാക്കുമെന്നും മസ്കിന്റെ ഇമെയിലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞയാഴ്ച ചെയ്ത 5 ജോലിയെങ്കിലും ഇമെയിലൂടെ അറിയിക്കണമെന്നാണ് മസ്കിന്റെ നിർദ്ദേശം. ലിങ്കുകളോ അറ്റാച്ച്മെന്റുകളോ മറുപടിയായി നൽകേണ്ടെന്നും HR-ന്റെ മെയിലിൽ നിന്നും ജീവനക്കാർക്ക് ലഭിച്ച ഇമെയിലിൽ പറയുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഇമെയിലുകളാണെന്ന രീതിയിൽ റെഡ് മാർക്കോട് കൂടിയാണ് ഇവ അയച്ചിട്ടുള്ളത്. തിങ്കളാഴ്ചയ്ക്കകം ഇമെയിലിന് മറുപടി നൽകണമെന്നും അല്ലെങ്കിൽ അത് രാജിയായി കണക്കാക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇമെയിൽ ഫെഡറൽ ജീവനക്കാർക്കിടയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. പ്രൊബേഷനിലുള്ള ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് പിന്നാലെ ഇനിയും കൂട്ടപ്പിരിച്ചുവിടൽ ഉണ്ടാകുമോ എന്ന് ജീവനക്കാർക്കിടയിൽ ഉയർന്നു വന്ന പ്രധാന ആശങ്കയാണ്. അതേസമയം അവധിയിലുള്ള ജീവനക്കാർ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്താത്തതിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ജീവനക്കാരെ അപമാനിക്കുന്നതാണ് മസ്കിന്റെ നടപടി എന്ന വിമർശനവുമായി US-ലെ തൊഴിലാളി സംഘടന രംഗത്തെത്തിക്കഴിഞ്ഞു. US ഗവൺമെന്റിന്റെ ചെലവുകൾ നിയന്ത്രിച്ച് പാഴാക്കലുകൾ കുറയ്ക്കുന്നതിനായി ചുമതല നൽകിയിട്ടുള്ള മസ്ക് പുതിയ രീതികൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ട്രംപ് ഭരണകൂടം ഫെഡറൽ സ്ഥാപനങ്ങളിലെ ചെലവ് നിയന്ത്രിക്കാനുള്ള നടപടികൾ ശക്തിപ്പെടുത്തിയിരിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ വെട്ടിക്കുറച്ചിലുകൾ പ്രകാരം US പ്രതിരോധ വകുപ്പിൽ പ്രവർത്തിക്കുന്ന സിവിലിയൻ ജീവനക്കാരിൽ കുറഞ്ഞത് 5% പേർക്ക് ജോലി നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. പൊതുചെലവുകൾ കുറയ്ക്കുക, അഴിമതി നിയന്ത്രിക്കുക, ജീവനക്കാരുടെ ഉൽപാദനക്ഷമത ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് ഈ നീക്കമെന്ന് ട്രംപ് അധികൃതർ വ്യക്തമാക്കുന്നു. ട്രംപ് സർക്കാരിന്റെ ഈ നടപടികൾ ആശങ്കകൾക്കും അതുപോലെ വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഫെഡറൽ തൊഴിലാളി യൂണിയനുകൾ പുതിയ നടപടിയെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. പ്രവർത്തന വിവരങ്ങൾ കൈമാറാത്തതിനാൽ ആളുകളെ പിരിച്ചുവിടുന്നത് നിയമപരമാണോ? ഇത് ജോലി സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്ന നടപടിയല്ലേ എന്നതാണ് തൊഴിലാളി സംഘടനകളുടെ പ്രധാനപ്പെട്ട ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണല്ലേ? ഫെഡറൽ ജീവനക്കാരിൽ നടക്കുന്ന വെട്ടിക്കുറവുകൾ രാജ്യത്തെ പൊതുജന സേവനങ്ങളെ ബാധിച്ചേക്കുമോ എന്നത് സംബന്ധിച്ച് പലരും ആശങ്കകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം US-ലെ സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് അതായത് ഡോഡ്ജ് എഞ്ചിനീയർമാർ പ്രത്യേകം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു.
ഓട്ടോമേറ്റഡ് റിഡക്ഷൻ ഇൻ ഫോഴ്സ് എന്നതിന്റെ ചുരുക്കപ്പേരായ ഓട്ടോറിഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡോജ് ഇതിനായി ഉപയോഗിക്കുന്നതെന്ന് വയേർഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് US പ്രതിരോധ വകുപ്പാണ് ആദ്യമായി ഓട്ടോറിഫ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. അതിനുശേഷം നിരവധി തവണ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഈ ആപ്പ് വിവിധ സർക്കാർ ഏജൻസികൾ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്തു. ഈ ആപ്പ് ഇപ്പോൾ ഡോജ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വയേർഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുവരെ സാധാരണ ഓഫീസ് നടപടിക്രമങ്ങളിലൂടെയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നത്. ജീവനക്കാരുടെ രജിസ്ട്രികളും മാനേജർമാർ നൽകിയ പട്ടികകളും ഇതിനായി HR ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച് ഉറപ്പിക്കും. പിരിച്ചുവിടൽ പ്രക്രിയ സങ്കീർണമാക്കുന്ന സിവിൽ സർവീസ് പരിരക്ഷയില്ലാത്ത കയറിയ പ്രൊബേഷണറി ജീവനക്കാരെയും സ്ഥാനക്കയറ്റം ലഭിച്ചവരെയും മറ്റേതെങ്കിലും വിധത്തിൽ സ്ഥാനമാറ്റം ലഭിച്ചവരെയുമാണ് ആദ്യം പിരിച്ചുവിടുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലായി വിവിധ ഏജൻസികളിലെ ആയിരക്കണക്കിന് ജീവനക്കാർക്കാണ് തൊഴിൽ നഷ്ടമായത് എന്നോർക്കണം. ട്രംപ് ഭരണകൂടം 2ാം ഘട്ട പിരിച്ചുവിടലിന് ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഡോജ് ഓട്ടോറിഫ് ഉപയോഗിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ AI-യുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതോടെ അടുത്ത കൂട്ട പിരിച്ചുവിടൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നഷ്ടമെന്ന ആശങ്കയാണ് സർക്കാർ ജീവനക്കാർ കഴിയുന്നത്. പ്രതിരോധ വകുപ്പ് നിർമ്മിച്ച ഓട്ടോറിഫ് ആപ്പ് ഡോജിന് അതേപടി ഉപയോഗിക്കാനാകുമെങ്കിലും ഇലോൺ മസ്കിന് കീഴിലുള്ള എഞ്ചിനീയർമാർ ഓട്ടോറിഫിന്റെ കോഡ് ഉപയോഗിച്ച് പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിച്ചേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിരിച്ചുവിടാനുള്ള ജീവനക്കാരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കാൻ ഓട്ടോറിഫിന് എളുപ്പം സാധിക്കും. എങ്കിലും ഈ പട്ടിക ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുണ്ടാവൂ. ചെയ്യുന്നതൊക്കെ പലർക്കും പണി നൽകുന്ന മോഡിലാണ് മസ്ക് ഇപ്പോഴുള്ളത് എന്ന് തോന്നുന്നു. എന്ത് ചെയ്താലും പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി വിവാദത്തിൽപ്പെട്ട് കഴിയുകയാണ് ഇലോൺ മസ്ക്. അടുത്ത കാലത്തെ കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ കറുപ്പണിഞ്ഞെത്തിയ മസ്ക് അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മൈലയുടെ കൈകളിൽ നിന്ന് ഒരു ഭീമൻ ചെയിൻസോ ഏറ്റെടുത്തപ്പോൾ ആ കാഴ്ച കണ്ടവരൊക്കെ ഞെട്ടിപ്പോയിരുന്നു. അവർ പറഞ്ഞത് ഇത് ബ്യൂറോക്രസിക്കുള്ള ചെയിൻസോ എന്നായിരുന്നു. മസ്കിന്റെ മാനസിക നിലയെക്കുറിച്ച് നേരത്തെയും ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ പ്രകടനം കൂടെ ആയപ്പോൾ കൂടുതൽ അസ്വാഭാവികമായി മാറുകയാണെന്ന ആശങ്കകളാണ് ശക്തിപ്പെട്ടത്. ഈ സംഭവത്തിന് പിന്നാലെ മസ്കിന്റെ ഭാര്യ ഗ്രെയിംസ് തങ്ങളുടെ ഒരു കുട്ടിക്ക് ആരോഗ്യ പ്രശ്നം ഉള്ളതായും എക്സിലൂടെ അറിയിച്ചിരുന്നു. പിന്നീട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും 3 കുട്ടികളിൽ ആരെക്കുറിച്ചാണ് ഗ്രെയിംസ് പറയുന്നത് എന്നത് വ്യക്തമല്ല. ഞാൻ ഇതിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു തവണ പോലും നമ്മുടെ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ഇത് അവന്റെ ജീവന് തന്നെ വലിയ ദോഷമാകും, ഗ്രൈംസ് കൂട്ടിച്ചേർത്തു. അതേസമയം വേദിയിൽ അവിവേകവും മനോനില കുറവുമുള്ള ഒരുപാട് പ്രസ്താവനകൾ മസ്ക് നടത്തിയിട്ടുണ്ട്. ഞാനൊരു മീമായി മാറിയിരിക്കുന്നു. എൻ്റെ മനസ്സ് ഒരു കൊടുങ്കാറ്റ് പോലെ ഇരിക്കുന്നു. ഫോർട്ട് നോക്സിൽ സ്വർണം ശരിക്കുമുണ്ടോ? ആരെങ്കിലും ലേഡ് പെയിന്റ് അടിച്ചിട്ടുണ്ടോ? എന്നിവയൊക്കെ അദ്ദേഹം പറഞ്ഞു. അതേസമയം ചിലർ മസ്ക് സ്മാർട്ടായിരിക്കുമെന്ന് കരുതിയപ്പോൾ മറ്റു ചിലർ അവൻ അതീവ വിവാദപരമായ അവസ്ഥയിലാണ് എന്നും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടാകാം ഇത്തരം പെരുമാറ്റങ്ങൾക്ക് കാരണമെന്നും സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. മസ്ക് നേരത്തെ തന്നെ കെറ്റാമൈൻ എന്ന ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതായി വ്യക്തമാക്കിയിരുന്നു. ഇതൊരു ഹോഴ്സ് ട്രാങ്കുലൈസർ ആണ്, അതായത് കുതിരകളെ ശാന്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്ന്. ഞാനൊരു ചെറിയ അളവിൽ 15 ദിവസത്തിൽ ഒരിക്കലാണ് കെറ്റാമൈൻ ഉപയോഗിക്കുന്നത്. ഇത് ഡിപ്രഷൻ കുറയ്ക്കാൻ ഉപകാരപ്പെടുമെന്ന് മസ്ക് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ മുൻകാല പഠനങ്ങൾ കെറ്റാമൈൻ വ്യക്തിയുടെ പെരുമാറ്റം വളരെ വ്യത്യസ്തമാക്കുമെന്ന് തെളിയിച്ചവയാണ്. ചിലർക്ക് അതിരുകളില്ലാത്ത ആത്മവിശ്വാസം ഉണ്ടാകാനും ചിന്തകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ഇത് ഇടയാക്കുന്നു. മസ്ക് മുൻപ് ആംബിയൻ എന്ന സ്ലീപ്പ് എയ്ഡ് മരുന്നും ലഹരി ഉണ്ടാക്കുന്ന ഗഡുവോ, എക്സ്റ്റഡി തുടങ്ങിയവയും ഉപയോഗിച്ചതായിട്ടാണ് വാർത്തകൾ പുറത്തുവന്നത്. എന്ത് ചെയ്താലും ഞാൻ തുടരുന്ന കാര്യങ്ങൾ തുടരേണ്ടതുണ്ട്. എനിക്ക് തീർച്ചയായും ഇതുകൊണ്ടാണ് നേട്ടങ്ങൾ നേടാനാകുന്നത് എന്ന് മസ്ക് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മസ്ക് ഇപ്പോൾ ജോർജ് എന്ന ട്രംപിന്റെ പുതിയ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. $2 ട്രില്യൺ സർക്കാരിന്റെ ചെലവ് കുറയ്ക്കുമെന്ന വാഗ്ദാനം ചെയ്തുവെങ്കിലും ഇതുവരെ വെറും 55 ബില്യൺ മാത്രമേ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മസ്കിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ചിലർക്ക് ഭീതിയും ഉണ്ടാവാറുണ്ട്. അദ്ദേഹം ഗംഭീര മാനസിക സമ്മർദ്ദത്തിലും ലഹരി ഉപയോഗത്തിലും വലിയ അനിശ്ചിതത്വത്തിലും കഴിയുന്നുവെന്ന് തോന്നുന്നു എന്നാണ് മസ്കിന്റെ ജീവചരിത്രകാരനായ സെത്ത് എബ്രഹാംസൺ പറയുന്നത്. ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കാം. അദ്ദേഹം ആസൂത്രണരഹിതവും വിചിത്രവും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവനുമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ഇലോൺ മസ്കിന്റെ ചെയിൻസോ നയതന്ത്രം പുതിയ വിവാദങ്ങൾക്ക് വഴി തുറക്കുമെന്നും വ്യക്തമാണ്. അപ്പോൾ അമേരിക്കയിലെ ജീവനക്കാർ വലിയ ആശങ്കയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇലോൺ മസ്കിന്റെ ഭ്രാന്തുകൾ കൂടി വരികയാണെങ്കിൽ പലർക്കും ജോലി പോകുമെന്ന കാര്യം ഉറപ്പാണ്. ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ രാജ്യത്താണ് ഉണ്ടാകുന്നെങ്കിലോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.